ബൈക്ക് റൈഡിനോട് എനിക്ക് പ്രണയം തോന്നിയത് ഈ ഒരു യാത്രയ്ക്ക് ശേഷമായിരുന്നു. ഒരു 4 വർഷം മുമ്പായിരുന്നു ഞാൻ ആദ്യമായിട്ട് ബൈക്ക് റൈഡ് പോകുന്നത്. അതിനു മുമ്പ് പോയിട്ടുണ്ട്, പക്ഷേ ഒരു ലോങ് ട്രിപ്പ് പോകുന്നത് ആദ്യമായിട്ടായിരുന്നു. ഏകദേശം 7 ദിവസത്തോളം യാത്രയായിരുന്നു ഇത്. മാനന്തവാടി ചുരം, താമരശ്ശേരി ചുരം ഇറങ്ങിയിട്ട് ഞാൻ പോയത് നേരെ മൂന്നാർ, വാഗമണ്ണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരുന്നു. ഈ ഒരു യാത്രയ്ക്ക് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ബുള്ളറ്റ് എൻ്റെ നാട്ടിലെ തന്നെ നബീൽ എന്ന് പറഞ്ഞൊരു സുഹൃത്തിൻ്റെ ബൈക്കായിരുന്നു. കാരണം അന്ന് ആ സമയത്ത് എൻ്റെ കയ്യിൽ ബൈക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നീടാണ് ഞാൻ സ്വന്തമായിട്ടൊരു ബൈക്കൊക്കെ വാങ്ങിക്കുന്നത് തന്നെ. ഇതിൻ്റെ ഒരു വീഡിയോ ക്ലാരിറ്റി വളരെ കുറവായിരിക്കും, കാരണം ഇത് ഗോപ്രോ ഹീറോ 5 ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചൊരു ഗോപ്രോ ആയിരുന്നു ഹീറോ 5. അതിലുള്ളൊരു വീഡിയോ, പിന്നെ എഡിറ്റിംഗ് എന്താണെന്ന് അറിയാത്ത സമയത്ത് എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. ഇതിൻ്റെ ഒറിജിനൽ വീഡിയോസ് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടും മുമ്പേ എഡിറ്റിംഗ് ചെയ്ത് വെച്ചുകൊണ്ട് എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് ഞാൻ എടുത്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്ലാരിറ്റിയും പിന്നെ എഡിറ്റ് ചെയ്ത ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. കാരണം സത്യം പറഞ്ഞാൽ എനിക്ക് എഡിറ്റിംഗ് അറിയില്ലായിരുന്നു. കാരണം എഡിറ്റിംഗ് ഞാൻ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോട് 1-2 വീഡിയോസിൻ്റെ കുറേ ആൾക്കാർ പറഞ്ഞു വോയിസ് ക്ലിയർ അല്ല പറഞ്ഞു. കാരണം തീർച്ചയായിട്ടും എൻ്റെ വോയിസ് ക്ലിയർ ആയിരിക്കില്ല, കാരണം ഞാൻ പ്രൊഫഷണലായിട്ടുള്ളൊരു യൂട്യൂബർ അല്ല. അതുമാത്രമല്ല എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. സത്യത്തിൽ ഇതിന് ഞാനൊരു മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്തിട്ട് മൊബൈലിൽ തന്നെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസാണ് യൂട്യൂബിലുള്ള എല്ലാം. കാരണം ഒരു പ്രൊഫഷണലായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും എനിക്ക് അറിയത്തില്ല. കാരണം ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ പഠിച്ചുകൊണ്ട് വരികയാണ്. തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോസും കാര്യങ്ങളും ഞാൻ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതിൽ തന്നെയുള്ളത്. കാരണം ഒരുപാട് യാത്ര ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെയായിട്ട് അങ്ങനെ ഒരു വിശദമായ കാര്യങ്ങളോ ഡീറ്റെയിൽസൊന്നും ഞാൻ കൊടുക്കാറില്ല. പക്ഷേ യൂട്യൂബിലേക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് തന്നെ എന്താ പറയുക, പ്രോത്സാഹിപ്പിച്ച 2 വ്യക്തികളുണ്ട്. രണ്ടുപേരും വടകരയാണ്. പിന്നെ നാട്ടിൽ കുറച്ച് ആൾക്കാർ എന്നോട് പറയാറുണ്ടായിരുന്നു ഇങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ടുവിടാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനെ ഒരുപാട് പ്രോത്സാഹനം തന്നത് 2 വ്യക്തികൾ, ഒന്ന് റോഷൻ, പിന്നെ ഒന്ന് അബിയാണ്. ഇവർ 2 പേരാണ് എന്നെ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് ഇറക്കുന്നത് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ യൂട്യൂബിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനുള്ള ചിന്താഗതി എനിക്ക് എൻ്റെ ഇത്രയും വർഷത്തിനായിട്ട് ഇടയിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവത്തുമില്ല. തീർച്ചയായിട്ടും ഞാൻ നല്ല നല്ല സ്ഥലങ്ങളിൽ എനിക്ക് കവർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു ആവേശമുണ്ട്. കാരണം യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം പോകാൻ പറ്റാത്ത ആൾക്കാർക്കും അവർക്കൊക്കെ കാണാൻ വേണ്ടി, പിന്നെ ഒരുപാട് അറിയാത്ത ഒരുപാട് ഹിഡൻ പ്ലേസുകളുണ്ട് നമുക്ക് ഈ മാപ്പിലൊന്നും ഇല്ലാത്ത സ്ഥലങ്ങൾ, കാര്യങ്ങൾ, അതെല്ലാം തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഇനി ഒരു വീഡിയോസ് ഇറക്കണമെങ്കിൽ തീർച്ചയായിട്ടും അടുത്തൊരു 2 മാസം കഴിഞ്ഞിട്ട് എനിക്ക് പറ്റത്തുള്ളൂ. കാരണം ഞാൻ ഓൺ ഡ്യൂട്ടിയിലായി. ഇത്രയും കാലം ഞാൻ യാത്ര ചെയ്തിട്ട് ഞാൻ തന്നെയായിരുന്നു ആസ്വദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ യൂട്യൂബിൽ വീഡിയോസ് ഇട്ടതിന് ശേഷം ഒരുപാട് കമൻസും കുറേ ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പിലൊക്കെ മെസ്സേജ് ചെയ്യുമ്പം സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അവരും ഇതിനകത്ത് സന്തോഷിക്കുന്നുണ്ട്, അവർ ഇതിനകത്ത് എൻജോയ് ചെയ്യുന്നുള്ളൊരു നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും യൂട്യൂബിലേക്ക് ഒരുപാട് നല്ല നല്ല വീഡിയോസുകളും എല്ലാം പോസ്റ്റ് ചെയ്യാനുള്ളൊരു പരിപാടി തന്നെയുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളെ നല്ലൊരു സപ്പോർട്ട് മാത്രം എനിക്ക് മതി. നിങ്ങളെ നല്ലൊരു സപ്പോർട്ട് മതി, വേറെ ഒന്നും വേണ്ട. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളൊരു നല്ലൊരു സപ്പോർട്ട് തന്നെ എനിക്ക് വേണം.
ഞാൻ ഈ ഒരു റൈഡ് പോയിട്ട് മൂന്നാർ നിന്നത് വെറും ഒരു രാത്രിയായിരുന്നു. കാരണം മൂന്നാർ അത്രയും ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഒരു യാത്രയെക്കുറിച്ച് എൻ്റെ ഒരു പ്ലാനിങ് ഇല്ലാത്തൊരു യാത്രയായിരുന്നു. അതുമാത്രമല്ല മൂന്നാർ പോയി ഒരു രാത്രി അവിടെ സ്റ്റേ ചെയ്തു. കാരണം അവിടെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. കാരണം എനിക്ക് അതൊന്നും കൂടുതൽ അറിയില്ലായിരുന്നു. കാരണം ഓരോ സ്ഥലത്ത് പോയാലും അവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളതൊന്നും അന്വേഷിക്കാനോ കാര്യങ്ങൾ. കാരണം എൻ്റെ ഒരു ഉദ്ദേശം ബൈക്ക് എടുത്തിട്ട് ഇങ്ങനെ ഒരേ യാത്രയായിരുന്നു എൻ്റെ മെയിനായിട്ടുള്ളൊരു ഉദ്ദേശമായിരുന്നു. അതുപോലെ തന്നെ മൂന്നാർ ഒരു ദിവസം ഒരു രാത്രി സ്റ്റേ ചെയ്തു. പിന്നീട് അവിടെ നിന്ന് പിറ്റേ രാവിലെ എടുത്തു വാഗമണ്ണിലോട്ട് പോയി. ഇത് നമ്മുടെ മൂന്നാറിൽ നിന്ന് വാഗമണ്ണിലേക്കുള്ള റൂട്ടാണിത്. കാരണം ഈ റൂട്ടിൽ ഒരു വിജനമായ ഒരു സ്ഥലമാണിത്. കാരണം അധികം ആൾക്കാരൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ കടകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ നമുക്ക് പോകുന്ന റൂട്ട് എന്ന് വെച്ചാൽ അത്രയും മനോഹരമായ വ്യൂ പോയിൻ്റുള്ള സ്ഥലങ്ങളാണ്. അത്രയും ഒരുപാട് വ്യൂ പോയിൻറ്റും കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രോബ്ലം വെച്ചാൽ നമുക്കൊരു കടകൾ അത്യാവശ്യം എന്തെങ്കിലും വേണമെങ്കിലോ കുടിക്കണമെങ്കിലോ ഒന്നും ഇതിനടുത്ത് ഈ വാഗമണ്ണെത്തുന്നതിൻ്റെ ഇടയിലൊന്നും ഒരുപാട് സ്ഥലമുണ്ട്. പക്ഷേ ഒരു സ്ഥലത്ത് പോലും ഒരു കടകളൊന്നുമില്ല. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു റൂട്ട് വരുമ്പം ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചിട്ടുള്ളൊരു സംഭവിച്ചാൽ, കാരണം എൻ്റെ ബൈക്കിന് വല്ലതും പറ്റിപ്പോയാൽ എന്ത് ചെയ്യാനുള്ളൊരു ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഒന്ന് വെച്ചാൽ ഞാൻ അത്രയും ദൂരം യാത്ര ചെയ്തിട്ട് എനിക്ക് ആരും അങ്ങനെ ഒരു വാഹനങ്ങളോ അപൂർവം ബൈക്കും ഒരു കാറൊക്കെ മാത്രമേ എനിക്ക് കാണാൻ പറ്റില്ല. കാരണം വിജനമായൊരു റോഡായിരുന്നു ഇത്. ഈ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യമായിരുന്നു. കാരണം ഈ ഇടുക്കിക്കാരൊക്കെ ഒത്തിരി ഭാഗ്യമുള്ള ആൾക്കാരുണ്ട്. കാരണം ഒത്തിരി മനോഹരമായ സ്ഥലങ്ങളാണ്. ഒത്തിരി ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കിട്ടിയ ഒത്തിരി സ്ഥലങ്ങൾ ഇടുക്കി എന്ന് പറയുന്ന സ്ഥലം. ഒത്തിരി ഒരുപാട് നമ്മുടെ കേരളത്തിൽ ഒന്നാമത്തെ സ്വർഗം എന്ന് പറയുന്നത് ഇടുക്കിയാണ്. രണ്ടാമത്തെ സ്വർഗം എന്ന് പറയുന്നത് വയനാടാണ്. മൂന്നാമത്തെ സ്വർഗം പല സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഞാനത് എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇടുക്കിക്കാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവരൊരു ഭാഗ്യമില്ല. പക്ഷേ ഒരിക്കലും ഇടുക്കിക്കാർക്ക് എന്താ പറയുക ഒരു കാര്യമായിട്ട് കാണില്ല. അതുകൊണ്ട് നമ്മൾ കണ്ണൂർ ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ കണ്ണൂർക്കാരെ ആദ്യം കാണാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കാരണം ഇടുക്കിക്കാരനെ ഇടുക്കി മൊത്തം കാണാത്ത ഒരു ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളും കാരണം അവരവരെ നാട്ടിൽ തന്നെ എടുക്കും. പക്ഷേ അവരുടെ സ്ഥലങ്ങളിൽ അവർ ശരിക്കും കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇവ പാലയ്ക്കും പറ്റുമ്പോൾ തന്നെ നമ്മൾ അന്വേഷിക്കുമ്പം പാലയ്ക്കും പറ്റുന്ന മുകളിൽ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം അതിൻ്റെ തൊട്ടടുത്തുള്ള ആൾക്കാരാണ് പറയുന്നത്. അപ്പോൾ അതാണ് അവസ്ഥ. കാരണം മുറ്റത്തും മുല്ലയ്ക്കും മണൽ പറഞ്ഞത്.